നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജുകളാണ്, മീൻ, മീഡിയൻ, മോഡ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് ന്യൂമറിക്കൽ ഡാറ്റ ടെൻ ടു സ്പ്രെഡ് എബൌട്ട് ആൻ ആവറേജ് വാല്യൂ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആവറേജ്, നമ്മുടെ കയ്യിലൊരു ആൻസർ ഉണ്ട്, ഒരു ആവറേജ്, അത് നമ്മുടെ സീരീസിലുള്ള ബാക്കി വാല്യൂസിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ഡിഗ്രി, ആ ഒരു പേഴ്സൻറ്റേജിനെ അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയ ആവറേജ് ആ സീരീസിൻ്റെ മൊത്തത്തിൽ എങ്ങനെയാണ് അതിൽ സ്പ്രെഡായി കിടക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് കിട്ടുന്ന ഡിസ്പേർഷൻ്റെ ആൻസർ നമ്മുടെ മീൻ അല്ലെങ്കിൽ നമ്മുടെ ആവറേജിൻ്റെ അടുത്താണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡിസ്പേർഷൻ കുറവാണ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ നമ്മുടെ ആവറേജിനേക്കാൾ കുറേ വിട്ടിട്ടാണ് അല്ലെങ്കിൽ ആവറേജുമായിട്ട് അടുത്തല്ല വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളുടെ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസ്പേഴ്സ്ഡ് ആണ്, ഡിസ്പേർഷൻ ലാർജ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ 2 ടൈപ്പ് ഉണ്ട്. ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷനും റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷനും. ഈ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഡിസ്പേർഷൻ ഇൻ എ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ. നമ്മുടെ കയ്യിലുള്ള ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷനിൽ ഡിസ്പേർഷൻ്റെ എമൗണ്ട് ഒരു സിംഗിൾ യൂണിറ്റിൽ അതേപോലെ തന്നെ സെയിം യൂണിറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് നമ്പേഴ്സാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പേർഷൻ്റെ ആൻസറും അവിടെ എന്തായിരിക്കും, നമ്പർ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്നത് പേഴ്സൻറ്റേജിലാണെങ്കിൽ അവിടെ ഡിസ്പേർഷൻ്റെ ആൻസറും പേഴ്സൻറ്റേജിലായിരിക്കും. ഇതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്, ആ സീരീസിൻ്റെ ഡിസ്പേർഷൻ ആ സീരീസിലെ അതേ യൂണിറ്റിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയും. ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ മെയിനായിട്ട് 4 തരത്തിലാണുള്ളത്: റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4 എണ്ണമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് പഠിച്ചു. ഇനി മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4 എണ്ണമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതേ യൂണിറ്റിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് ആബ്സല്യൂട്ട് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയും. ഇനി റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ 2ൽ കൂടുതൽ ഒബ്സർവേഷൻസ് ഉണ്ടാവുക, 2ഓ അതിൽ കൂടുതലോ ഒബ്സർവേഷൻസ് ഉണ്ടാക്കുകയാണ്, എന്നിട്ട് നമ്മൾ അതിനെ ഓരോന്നിനെയും കമ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂണിറ്റ് അല്ല ഉണ്ടാവുക, പകരം റേഷ്യോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജിലാണ് നമ്മളിവിടെ ആൻസറിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കോ എഫിഷ്യൻസ് എന്നാണ് വിളിക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ കയ്യിൽ 2ൽ കൂടുതൽ സെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേറ്റീവ് മെഷർ യൂസ് ചെയ്യും. ഇത് നമ്മൾ റേഷ്യോയിലാണ് പറയുക, അതുകൊണ്ട് തന്നെ ഇതിനെ കോ എഫിഷ്യൻ്റ് എന്നാണ് പറയുക. സോ എല്ലാ ആബ്സല്യൂട്ട് മെഷേഴ്സിനും ഒരു റിലേറ്റീവ് മെഷർ ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റേഞ്ച് എന്ന് പറഞ്ഞ ആബ്സല്യൂട്ട് മെഷറിൻ്റെ കോ എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കോ എഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആയിരിക്കും. ഇനി ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് മെഷറിൻ്റെ റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരിക്കും. ഇങ്ങനെ എല്ലാ ആബ്സല്യൂട്ട് മെഷറിനും ഒരു റിലേറ്റീവ് മെഷർ ഉണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ 2 സെറ്റ് ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പേഴ്സൻറ്റേജിൽ കണ്ടുപിടിക്കാനുള്ള
ഒരു ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. സോ 2 സെറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, റിലേറ്റീവ് മെഷറിൻ്റെ ആൻസർ പേഴ്സൻറ്റേജിൽ വേണം പറയാൻ. ആബ്സല്യൂട്ട് മെഷറിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്ത് യൂണിറ്റ് ആണോ തന്നിരിക്കുന്നത് അതേ യൂണിറ്റിൽ തന്നെ വേണം എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനി ഓരോ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനായിട്ട് പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് റേഞ്ചാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേർഷൻ. കാൽക്കുലേഷൻ്റെ കേസിലായാലും എല്ലാ കേസിലായാലും റേഞ്ചാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ളത്. റേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് റേഞ്ച്. ഒരാളുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും കുറവിൽ നിന്ന് അയാളുടെ ഏറ്റവും കൂടുതൽ വരെയുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ റേഞ്ച് പറയുക അല്ലേ. സോ റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഓഫ് എ സീരീസ്. നമുക്കൊരു സീരീസ് തന്നിട്ട് 10 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ 10 നമ്പറിൽ ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് ഏറ്റവും ചെറിയ നമ്പർ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അതാണ് റേഞ്ചിൻ്റെ ആബ്സല്യൂട്ട് മെഷർ കാണാനുള്ള ഇക്വേഷൻ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. നെക്സ്റ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. നമ്മൾ പറഞ്ഞു എല്ലാ ആബ്സല്യൂട്ട് മെഷറിനും ഒരു റിലേറ്റീവ് മെഷർ ഉണ്ട്. റേഞ്ചിൻ്റെ റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ, എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. അതാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ഇനി റേഞ്ച് നമുക്ക് എപ്പോഴും ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. റേഞ്ച് ഒരിക്കലും കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് റേഞ്ചിനെ പറ്റി മനസ്സിലാക്കി വെക്കാനുള്ളത്. ഇതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്. ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക കഴിഞ്ഞാൽ. അതേപോലെ തന്നെ റേഞ്ച് കണ്ടിന്യൂസ് സീരീസിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിനി ഇതിൽ ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും റേഞ്ചിൻ്റെ ഓരോ പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് സീരീസാണ്? ഇൻഡിവിജ്വൽ സീരീസാണ്. വാല്യൂസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ കേസിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ എന്നുള്ളത് നോക്കണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ ഏതാണ് ഹയസ്റ്റ് വാല്യൂ? ഏതാണ് ഹയസ്റ്റ് വാല്യൂ? ഇവിടെ 10, 20, 5, 35, 40, 30, 50, 25. സോ ഹയസ്റ്റ് വാല്യൂ 50 ആണ് അല്ലേ. നെക്സ്റ്റ് ലോവസ്റ്റ് വാല്യൂ ഏതാണ്? ഇവിടെ 10, 20 നോക്കുമ്പോൾ 5 ആണ് ലോവസ്റ്റ് വാല്യൂ അല്ലേ. സോ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് മൈനസ് എൽ ആണ്. ദാറ്റ് ഈസ് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. 50 മൈനസ് 5 ദാറ്റ് ഈസ് 45. വളരെ സിമ്പിളാണ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ്, റേഞ്ചിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ പറഞ്ഞു. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ ആണ് അല്ലേ. സോ 50 മൈനസ് 5 ഡിവൈഡഡ് ബൈ 50 പ്ലസ് 5 ദാറ്റ് ഈസ് 45 ഡിവൈഡഡ് ബൈ 55. 0.81. ഇതിന് നമ്മളെപ്പോഴും പെർസെൻറ്റേജിലേക്ക് ആക്കണം. 0.81ൻ്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? 81%. ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ റേഞ്ചിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. കോഎഫിഷ്യൻ്റ് എപ്പോഴും പെർസെൻറ്റേജിലേക്ക് ആക്കാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് എക്സും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് റേഞ്ചാണ് കാണേണ്ടത് അല്ലേ. സോ റേഞ്ച് കാണുമ്പോൾ നമ്മൾ ഫ്രീക്വൻസിയെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആരെ മതി? എക്സിനെ മാത്രം മതി. സോ ഇവിടെ എക്സ് ആണ് നമ്മുടെ കൺസിഡർ ചെയ്യേണ്ട കാര്യം. സോ ഇവിടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ടത് എക്സിലെ ഹയസ്റ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 25. ഇനി ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലെ ലോവസ്റ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് 5. സോ റേഞ്ച് ഈക്വൽ ടു h minus l, that is 25 minus 5, that is 20. ഓക്കെ. സോ സിമ്പിളാണ് അല്ലേ. ഫ്രീക്വൻസിയെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും ഇൻഡിവിജ്വൽ സീരീസിൽ ചെയ്യുന്ന പോലെ എക്സിനെ മാത്രം കൺസിഡർ ചെയ്യുക. ഇനി കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ, ദാറ്റ് ഈസ് 25 മൈനസ് 5 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 5, ദാറ്റ് ഈസ് 20 divided by 30. 0.66, that is 66%. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ
റേഞ്ചിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ സീരീസ് ആയാലും ഡിസ്ക്രീറ്റ് സീരീസ് ആയാലും വളരെ സിമ്പിളാണ്. എച്ച് മൈനസ് എൽ ആണ് ഹയസ്റ്റ് വാല്യൂ നിന്ന് ലോവസ്റ്റ് വാല്യൂ മൈനസ് ചെയ്യുക, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് കാണുക. സോ ഇത്രയേ ഉള്ളൂ റേഞ്ച്. ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും മാത്രമേ റേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല.